ഹലോ, നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ്. അമേരിക്കയിലെ പ്രസിദ്ധമായ ഫിലഡൽഫിയ സിറ്റിയിലോട്ടാണ്. ഫിലി എന്ന് വിളിപ്പേരുള്ള ഫിലഡൽഫിയ സിറ്റിയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഫിലഡൽഫിയ സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയിലെ തിരക്ക് പിടിച്ച ഒരു സിറ്റിയാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. അമേരിക്കയുടെ ആദ്യത്തെ ക്യാപിറ്റലായിരുന്നു ഫിലഡൽഫിയ. പിന്നീട് പല സ്ഥലങ്ങളോട്ട് മാറി അവസാനം വാഷിങ്ടൺ DC-യിലാണ് ഇപ്പോഴത്തെ ക്യാപിറ്റൽ. പക്ഷേ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന നിലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുപോലെ ആ സമയത്തുള്ള ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ ചരിത്രപരമായി ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഫിലഡൽഫിയ സിറ്റിയിൽ പോയിട്ട് അവിടെ ഒരു കുതിര സവാരിയുണ്ട്. അപ്പോൾ ആ കുതിര സവാരിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റി മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബ്രിഡ്ജ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു സയൻറ്റിസ്റ്റും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബ്രിഡ്ജിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ബ്രിഡ്ജാണിത്. ഇതിൽ മൊത്തത്തിൽ 7 ലൈനുണ്ട് കാറുകൾക്ക് സഞ്ചരിക്കാനായിട്ട്. പിന്നെ താഴെ കൂടെ ട്രെയിൻ പോകുന്ന ലൈനുണ്ട്. അതുപോലെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു ലൈനും ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഈ 2 വശത്തേക്ക് പോകുന്ന വണ്ടികളെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈഡർ ഇതൊരു സിപ്പർ ഡിവൈഡറാണ്. ഇത് ആവശ്യത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന ഡിവൈഡറാണ്. നമ്മൾ കുതിര സവാരിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം കുതിരവണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഈ കുതിര സവാരി സിറ്റിയുടെ അകത്തു കൂടിയാണ് പോകുന്നത്. അപ്പം ഈ കുതിരകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി, കുതിരവണ്ടിക്ക് സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേകം ലൈനൊക്കെ ഉണ്ട് റോഡിൽ. ഇതാണ് ഇൻഡിപെൻഡൻസ് ഹാൾ. അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ ഈ ബിൽഡിങ്ങിനാണ് സൈൻ ചെയ്യപ്പെട്ടത്. ആ ബിൽഡിങ്ങിന് മുന്നിൽ ജോർജ് വാഷിങ്ടൺ, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായ ജോർജ് വാഷിങ്ടൻ്റെ ഒരു പ്രതിമയുണ്ട്. ഇതാണ് പ്രശസ്തമായ ലിബർട്ടി ബെൽ. ഇതാണ് അമേരിക്കയുടെ ആദ്യത്തെ സുപ്രീം കോടതി ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിലാണ് അമേരിക്കയുടെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, ഫിലഡൽഫിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1800കളുടെ അവസാനമാണ് ഈ ബിൽഡിംഗ് പ്രവർത്തനം തുടങ്ങിയത്. ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിൻറ്റ്, ഫിലഡൽഫിയയിലുള്ള ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് അമേരിക്കൻ കറൻസിയിലെ കോയിൻസ് നിർമ്മിക്കുന്ന സ്ഥലം. ഇത് 152 കൊല്ലം പഴക്കമുള്ള ഒരു ഫയർ സ്റ്റേഷനാണ്. അമേരിക്കയുടെ ആദ്യത്തെ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയത് ബെറ്റ്സി റോസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ വീടാണിത്.
അമേരിക്കയുടെ ആദ്യത്തെ ഫ്ലാഗിൽ 13 നക്ഷത്രങ്ങളും 13 സ്ട്രൈപ്സുമാണ് ഉണ്ടായിരുന്നത്. അത് അമേരിക്കയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന 13 കോളനികളെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇതാണ് ഫ്രാങ്ക്ലിൻ ഹൗസ്. അമേരിക്കയിലെ ആദ്യത്തെ ഫയർ സ്റ്റേഷനാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഇത് സ്ഥാപിച്ചത്. ഇവിടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു പ്രതിമയും കാണാം. ഇന്നും ഈ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പഴക്കമേറിയ ഫയർ സ്റ്റേഷനുകൾ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ വളരെ പഴക്കമേറിയ ഫയർ ഇൻഷുറൻസ് കമ്പനിയാണിത്. ഈ കമ്പനിക്ക് ഒരു തീപിടുത്തത്തിൽ കുറേ കേടുപാടുകൾ സംഭവിച്ചു. അതിനടുത്ത് തന്നെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ബിൽഡിങ്ങുമുണ്ട്. ഇത് ഒരു ബൈബിൾ പബ്ലിഷിംഗ് കമ്പനിയാണ്. ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ ബൈക്കർമാരുടെ അഭ്യാസങ്ങളും കണ്ടു. അങ്ങനെ നമ്മുടെ സവാരിയുടെ ഫിനിഷിംഗ് പോയിന്റ് എത്താറായി. Merry Christmas! Let's go. അപ്പോൾ നമ്മൾ നമ്മുടെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. Thanks everyone.